എല്ലാ വിവാഹിതരായ സ്ത്രീകളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് എത്ര സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും സൗകര്യം ഉണ്ടെങ്കിലും അധ്വാനിക്കാൻ പറ്റുമെങ്കിലും ഉദ്യോഗം ഉണ്ടെങ്കിലും ഭർത്താവ് ചിലവഴിക്കേണ്ടതിനുള്ള പണം അയാളിൽ നിന്ന് തന്നെ വാങ്ങണം. അയാളിൽ നിന്ന് തന്നെ വാങ്ങണം. ഇപ്പോൾ പിന്നെ ഭാര്യ ഉദ്യോഗസ്ഥയാണ്, ഭർത്താവ് ഉദ്യോഗസ്ഥനാണ്, മനസ്സിലായി. പക്ഷേ വീട്ടിലെ ചിലവ്, കുട്ടികളെ കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കുള്ള ചിലവ് അയാളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? വാങ്ങണം. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ ഭർത്താവിന് ജോലിയില്ല, അയാൾക്ക് ശമ്പളം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തതെന്ന് ഏതെങ്കിലും സ്ത്രീകൾ പറയുകയാണെങ്കിൽ നമുക്കവിടെ പറയാം, ഒരു തരണമെന്നില്ല, പക്ഷെ ചോദിക്കണം. ഇപ്പോൾ ഒരു പിന്നെ കുട്ടി പഠിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് ഫീസ് കൊടുക്കണം. അപ്പോൾ ആ ഫീസ് ചോദിക്കുമ്പോൾ ഇയാൾ പറയേണ്ടത് ഇത് ഫീസൊന്നുമില്ല, വെറുതെ ഒപ്പിച്ചോളൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ചിലപ്പോൾ ആ ഫീസ് കൊടുത്തോ കൊടുത്തില്ലെന്നൊന്നും അയാൾ പറയണില്ല. തൽക്കാലം സ്കൂളിലെ മാനക്കെടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നമ്മളിപ്പോൾ ഈ സ്ത്രീ ചെയ്തു വിചാരിച്ചു. പക്ഷെ അവരെന്ത് ചെയ്യണം? അടുത്ത മാസത്തെ ഫീസ്, ഈ പ്രാവശ്യത്തെ ഫീസ് കൊടുത്തിട്ടില്ല, അടുത്ത മാസത്തെ ഫീസും കൂടി നമുക്ക് കൊടുക്കേണ്ടി വരും. ഞങ്ങളിപ്പോൾ തന്നെ പറയാണ്, ആ ഫീസ് നമുക്ക് വേണം. അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇനി 1 വർഷമോ 2 വർഷമോ തന്നില്ലെങ്കിലും എന്ത് ചെയ്യണം? ചോദിക്കണം. അരിയില്ലെങ്കിൽ അരിയില്ല എന്ന് പറയണം, മനസ്സിലല്ലേ? മനസ്സില്ലെങ്കിൽ മനസ്സില്ല എന്ന് പറയണം. കുട്ടികൾക്ക് ഫീസ് കൊടുക്കുക അല്ലെങ്കിൽ അതൊരിക്കലും നിർത്തരുത്. അയാൾ ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അയാളെ മാറ്റി നിർത്തിയാൽ ഈ മടിയന്മാർ ഒരിക്കലും എന്ത് ചെയ്യില്ല? മാറൂല. അത് അവരെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അസ്വസ്ഥത ഉണ്ടാവും. ഇനി എന്താണ് ഒരു സ്വൈരമില്ല എന്നതിലൊക്കെ അവർ പണിക്കിറങ്ങും, മാറ്റങ്ങൾ വരും. അങ്ങനെ മാത്രമേ അവർ മാറുള്ളൂ, അല്ലാതെ അവർ മാറും.